അപ്പോൾ ഗൈസ് ഇത് വാമലയിൽ വന്നിരിക്കുകയാണ്, വടക്കഞ്ചേരി വാമലയിൽ വന്ന് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഗൈസ്. ഇതാ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേയായി. നമ്മൾ വരണം വിചാരിച്ചു, ഇന്നാണ് സാധിച്ചത്. അപ്പോൾ ഇതാ ഇവിടെ നിന്നൊരു കോറിയൊക്കെ ഉണ്ട്, ഇവിടെ കുറേയുണ്ട് സ്ഥലങ്ങളൊക്കെ. അവിടെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ഇവിടെ അതാ തലയ്ക്ക് നിൽക്കണല്ലേ. ശരി അവിടെ അപ്പോൾ ഗൈസ് അതാണ് എന്താ വാമലയിൽ വന്ന് തൊഴുകണം പറഞ്ഞിട്ട് കുറേ നാളായിട്ട് എന്നാണ് സാധിച്ചത് ഗൈസ്. ഞാനിന്ന് വന്നു വാമലയിൽ ഭഗവാനെ ശിവഭഗവാനെ. ഈ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിവസത്തിന് ദിവസം ഒരു വളർച്ചയുണ്ട് എന്നാണ് പറയുന്നത് ഭഗവാൻ. അത് ഇവിടെ അന്വേഷിച്ചപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പറയണത്. ആദ്യം ചെറിയൊരു ഭഗവാനായിരുന്നു, ഇപ്പോൾ ഓരോ ദിവസവും അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയത്ത് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം എടുത്തു, അവിടെ വീഡിയോകളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇവിടുത്തെ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ വന്നതാണ്. അതുപോലെ ഇറങ്ങി പോകുകയും വേണം. ഒരുപാട് സ്റ്റെപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇതാ ഇത് ഇങ്ങനെ വെച്ചത് നന്നായില്ലേ. നമ്മൾ മലയപ്പൊതി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലെ വെച്ചിട്ടില്ലല്ലോ. അവിടെയൊക്കെ എന്താണ് ഇതാണ്, ഇത് നോക്ക്, അവിടെയൊക്കെ രൂപമില്ല, കാരണം പാറയൊക്കെ കയറിയിട്ടാണ് പോകണം. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ വെച്ച് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് വളരെ നല്ലൊരു സ്റ്റെപ്പുകളൊക്കെയാണ്. നമ്മൾ നോക്കി ഇറങ്ങുകയൊക്കെ വേണം അല്ലേ, ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണമെന്നേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂട്ടുകാരനും ആയപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ, എനിക്ക് സ്ഥലമൊന്നും ഇവിടെ അറിയില്ലായിരുന്നു. മൂപ്പരാണ് സ്ഥലമൊക്കെ കാണിച്ചു തന്നത് ഇവിടെ. മൂപ്പർക്ക് ഇവിടെ പരിചയമുണ്ട്. മൂപ്പര വീടും ഇവിടെ അടുത്ത് തന്നെയാണ്, വടക്കഞ്ചേരിയിൽ. അപ്പോൾ ഒന്ന് ഹായ് പറഞ്ഞേ മോനെ. ഹായ്. ആ ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്ലോഗിൽ മൂപ്പർക്കും വരാൻ പറ്റിയതിൽ ഇപ്പുറത്തൂടെ ഇറങ്ങാം അല്ലേ. ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങൾ ഒരുപാട് ഇറങ്ങാനുണ്ട്. അതെ അതെ. ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം. സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ, പക്ഷെ എന്നാലും അല്ലേ ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വരണം കേട്ടോ ഗൈസ്. ഓരോ സ്റ്റെപ്സും കയറി ഇറങ്ങി എൻ്റെ ഭഗവാൻ ശരിക്കും ഒരു കുന്നിമേ വന്ന് ഇരുന്നാണ് അല്ലേ, അവിടെ അവരുടെ മുകളിൽ വന്നിരുന്നു.
റെസ്റ്റ് ചെയ്തിട്ട് പോയത്. ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങണത് ഞാൻ ഇറങ്ങട്ടെ. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ കയറി ഇറങ്ങി പോവുക തന്നെ വേണം. ഞങ്ങൾ ക്ഷീണിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര വെയിലുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര വെയിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. തണുപ്പും ഇവിടെ ഉണ്ട്. വെയിൽ പോലെ തന്നെ നല്ല തണുപ്പ്, നല്ല കൂളിംഗ് ഉള്ള സ്ഥലമാണ്. മല ഏരിയ അല്ലേ, അതുകൊണ്ട് അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അപ്പോൾ നിങ്ങൾ നടന്ന് അവിടെ എത്തി. അവിടെ താഴെയുണ്ട്, മുകളിൽ നല്ല ചൂടുണ്ട്. അത് വെയിലാണ് കേട്ടോ. അവിടെ മരങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ഇറങ്ങി വരുന്ന അവിടെ നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പ് ഉണ്ട്. വലിയ കുഴപ്പമില്ല. കുറച്ച് അല്ലേ, റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ വെച്ച് പിടിച്ച ചെറിയൊരു മലയാണ് അല്ലേ, കടാണ്. അപ്പോൾ ഇത് വടക്കഞ്ചേരി ഭാഗത്താണ്. വടക്കഞ്ചേരി സ്ഥലം അറിയോ? വടക്കഞ്ചേരി കണ്ണമ്പറ. വടക്കഞ്ചേരി കണ്ണമ്പറ ഭാഗത്താണ് ഈ വാവുമല ഉള്ളത്. നിങ്ങൾക്കും വന്ന് കാണാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഏരിയയാണ് കേട്ടോ. അപ്പോൾ വരിക. ഇനിയും അധിക ദൂരം നമുക്ക് ഇറങ്ങാനുണ്ട്. നമ്മുടെ വണ്ടി ഏറ്റവും താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോയിട്ട് നോക്കാം. അത്യാവശ്യം നമ്മൾ ഇറങ്ങുന്നവിടെയൊക്കെ നല്ല തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇറങ്ങാനും കയറാനും കുഴപ്പമില്ല. പക്ഷെ മുകളിൽ പോകുമ്പോൾ വലിയൊരു പാറ ഇതൊക്കെ ആയിട്ടാണ് കുന്ന്. അപ്പോൾ അവിടെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര, അവിടെ പോയാൽ ഭയങ്കര ചൂടായിരിക്കും, പാറയല്ലേ, അതുകൊണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് കുറേ ഉണ്ട്. അവിടെ നിന്ന് കുറേ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട്. നിറയെ ഇവിടെ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ തനിച്ച് എന്തായാലും വരണ്ട, കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. കൂട്ടുകാരൻ അതുകൊണ്ട് എനിക്ക് ഇത്തിരി ഹെൽപ്പായിരുന്നു. കുഴപ്പമില്ല. ഇതൊരു വെറ്റ് സ്ഥലം, പിന്നെ ഇത്തിരി ഉള്ളിലേക്ക് പോണത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. നമ്മൾ തനിച്ചായിട്ട് വരണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തതാണ്ടാ നമ്മുടെ കൂട്ടുകാരൻ നിൽക്കണേ. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഏറ്റവും സ്റ്റെപ്പിൻ്റെ ചുവട്ടിലാണ് ഇതുവരേക്ക് വന്നു. വണ്ടി കയറി വന്നു. കൂട്ടുകാരനൊക്കെ അടുത്തുണ്ട്. അപ്പോൾ ഉള്ളത് എന്താണ് അറിയും, നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ നമുക്ക് വളരെ കമ്മിയാണ് കേട്ടോ. നമുക്ക് വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മൾ നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ഇടാണ്ടോ എന്തോ അറിയില്ല. പക്ഷെ നമുക്ക് അറിയും പോലെയൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാലേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് ഞാൻ പറയുകയാണ്. ഹായ് സബ്സ്ക്രൈബറെ. നമ്മൾക്ക് വേണ്ട പോലെ ഒന്ന് നിങ്ങൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനും ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. മൂപ്പരുള്ള കാരണമാണ് നമുക്കിവിടെ വരാനും പറ്റിയത്. ഭഗവാനെ കണ്ട് തൊഴുതി എല്ലാം ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഹായ്.